भजे हम गणपतिं भजे हम ഇതെവിടെ പോയി പടച്ചോനെ? വെച്ചോടുത്ത് കാണുന്നില്ലല്ലോ. സൈനബാ, സൈനബാ. ഓ തുടങ്ങി. ഈ ഉമ്മ ഇതെവിടെ? ഓ ഇതുവരെ മൊഞ്ചു നോക്കി തീർന്നില്ലേ ഉമ്മ? സുറുമ തീർന്നടി. സുറുമ പത്തിരിക്കാരി നിങ്ങളൊന്ന് അടുക്കളയിലേക്ക് ചെല്ലി. ഹാലാക്കിന്റെ ഒരു അവിലും കഞ്ഞി നേരം വെളിച്ചാകുമ്പോ തുടങ്ങും. നാശം പിടിച്ചൊരു ചണ്ടയും കോയിലും മനുഷ്യന് കണ്ണും കാതും കേൾപ്പിക്കില്ലെന്ന് വെച്ചാ എന്തേ കുന്തം? നിങ്ങളിപ്പോ കളരിപ്പയറ്റിനിറങ്ങുക കുന്തും കുറുടിയൊക്കെ ആയിട്ട്. വേണ്ട, നീ ഇന്ന് എഴുതാൻ കൊടുക്കാനുള്ള ആധാരക്കെട്ട് എവിടെ? ഈ വീട് മുഴുവൻ തെരഞ്ഞു നോക്കി, കിട്ടൂലാന്ന്. എന്ത്? ഈ വീട് മുഴുവൻ തെരഞ്ഞാ കിട്ടുമോ നിങ്ങളെ കക്ഷത്തുള്ള ആധാരക്കെട്ട്? അപ്പൊ പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞൂടെ? എന്റെ അമ്മ ഇങ്ങോട്ട് വന്നേ. അല്ല, ഈ കച്ചേരി ഇവിടെ തീരൂല്ലേ? കച്ചേരി അല്ലെന്ന്, സംഗീത ക്ലാസ്. ഇതൊക്കെ വീടിനൊരു ഐശ്വര്യ. കുഞ്ഞു പറയും സംഗീതം മനസ്സിനൊരു ടോണിക്കാന്ന്. കുഞ്ഞു പലതും പറയും. കേക്കണ്ട എനിക്ക് എന്റെ കുഞ്ഞു പുരാണം. ഒക്കെ ഒരു ദിവസം ഞാൻ നിർത്തിത്തരും. അല്ല ടീച്ചറെ, ഈ പോത്തലറണ പോലെ വേണോ? ഇത് ഇത്തിരി ഒച്ച കുറച്ചുകൂടെ. അങ്ങനെ പോരെ? ഇത് ഉച്ചസ്ഥായിൽ ആലപിക്കേണ്ട കീർത്തനമാണ് മജീദ് ഭായി. ഉച്ച വരെ നീട്ടണ്ട, വേഗം തീർത്ത് പോയിക്കോളിന്ന്. നിർത്തടാ, എടാ നിർത്താൻ. പിന്നെ നീ ചെണ്ട കൊട്ടി പഠിപ്പിച്ചിട്ട് ഇവര് വലിയ വയലാർ രാമവർമ്മമാരാവാൻ പോവല്ലേ? വയലാർ രാമവർമ്മ അല്ല, മങ്കട രവിവർമ്മ. ഇതിനിടയിൽ ഓൻ പേര് മാറ്റിയാ? ഇതാടാ പറയണത്, ഇങ്ങള് കലാകാരന്മാർക്ക് ഒരു സ്ഥിരതയില്ലാന്ന്. പറയണ വാക്കിനൊരു വില ഉണ്ടാവൂല. പേര് വരെ മാറ്റില്ലടങ്ങള്. നേരം വെളുക്കുമ്പോ ഇതിന്റെ മുകളിൽ കയറി ഇരുന്ന് കയ്യും കാലിട്ട് അടിക്കണ നേരം കൊണ്ട് അനക്ക് എന്റെ പീടി ഒന്ന് തുറന്നുവിടാ. അപ്പൊ കുഞ്ഞാക്ക് എനിക്കിട്ടെന്ന് തുണിപ്പീടി ആരെയൊന്നും ഓർക്കും? എന്റെ വാപ്പ. എന്റെ വാപ്പ ഇങ്ങളല്ലേ? നിങ്ങൾ നേരം വിളിക്കുമ്പോ 1100 ഉറുപ്പിട്ട് ഇറങ്ങൂലേ കണ്ടവന്റെ ഭൂമി വെട്ടിപ്പിടിക്കാൻ? വെട്ടിപ്പിടിക്കടാ, വെട്ടിപ്പിടിക്കും. അങ്ങനെ ഞാൻ ചെയ്യുന്നോണ്ടാണ് നീ മദ്ദളത്തിന്റെ മുകളിൽ കയറി ഇരുന്ന് കയ്യും കാലിട്ട് അടിക്കുന്നതും നിന്റെ ഈ ഉമ്മ സിന്ധി പശുവിന്റെ പോലെ കൊഴുത്ത് തടിച്ചിരിക്കുന്നതും. നിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് അവിടെ പോയി. അതല്ലേ ഇത്? അപ്പൊ പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞൂടെ? നമുക്ക് അല്ല പോയപ്പളെ പത്തിരി മീമോളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാണ്ട് ഇറങ്ങാ. എനിക്കിപ്പോ ഒരു അമ്മായി സൽക്കാരത്തിന് പറ്റിയ നേരല്ല അമ്മായി. പിന്നെ അദിനാൻ സ്വാമിന്റെ പുതിയ CD ഇറങ്ങിയിട്ടുണ്ട്, ഒന്ന് കൊണ്ടുവരണേ. കണ്ണീ കണ്ട സ്വാമിമാരുടെ ഭജന കേൾക്കാൻ ഇറങ്ങിയിരിക്കുക തള്ള വയസ്സാം കാലത്ത്. ഒരു പെരിക്ക് പെരിക്കിനിട മക്കളെ. ഈ 1001 ബലത്തിൽ ഇന്ന് നല്ലൊരു ഭൂമി കച്ചവടം നടക്കണേ എന്റെ പടച്ചോനെ. ഏർച്ചപ്പെട്ടിയിൽ എന്തെങ്കിലും ഇടണ്ടേ? അമ്പതിന്റെ പൈസ കാണാനില്ലല്ലോ. ബിസ്മില്ലാ. പടച്ചോനെ. മജീദ് ഭായ്, ഇമ്മാതിരി പണി മനുഷ്യന്മാർ ചെയ്യരുത്. നേർച്ചപ്പെട്ടിയിൽ കാശിട്ടതാ. എന്റെ ജാതിക്കാര്യത്തിൽ ഭാസ്കർ ഇടപെടണ്ട. ജാതിക്കാര്യത്തിലല്ല, ഭൂമിക്കാര്യത്തിൽ ഇടപെടാനാ ഞാൻ വന്നത്. നിങ്ങളെന്ത് പണിയാന്ന് കാണിച്ചത്? 15 ലക്ഷത്തിന്റെ സ്വത്തിന് 1001 ഞൊട്ട ടോക്കൺ പിടിപ്പിച്ച് അഡ്വാൻസിയായി 50,000 മിനിയാതെത്തിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരെ പറ്റിച്ചില്ലേ? നേറികേട് കാണിക്കരുത് ഭായി. ഇതാ 1001 രൂപ. നിങ്ങൾ എന്തു വർത്താനാ ഈ പറയണ? പൈസ ഓന് എത്തിച്ചില്ലേ? ആര്? കുഞ്ഞാക്കിയായിരിക്കും. അവൻ എന്നോട് 50,000 തിരുമറിക്ക് ചോദിച്ചതാ. അപ്പോഴേ എനിക്ക് മനസ്സിലായി അത് നിങ്ങൾക്കായിരിക്കും. കുഞ്ഞാക്ക ചോദിച്ചാൽ 5 ലക്ഷം ഒപ്പിച്ചു കൊടുക്കും ഞാൻ. അത് വേറെ കാര്യം. അതെ, ഇവരെ സ്ഥലത്തിന് നിങ്ങൾ പറഞ്ഞതിലും വലിയ വിലക്ക് ഞാനൊരു പാർട്ടിയെ കൊണ്ടേ കൊടുത്തതാ. ആ പാർട്ടിയോട് അവിടുത്തെ വെള്ളം ശരിയല്ല, വഴി ശരിയല്ല, ചാത്തനേറുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മടക്കി ആണല്ലോ. എന്തിനാ ബായ് ബടക്കാക്കി തനിക്കാക്കുന്ന? നിങ്ങളൊന്ന് വണ്ടി കയറി. ഇവിടെ എക്സിബിഷൻ ഒന്നും ഇല്ലടാ എന്റെ മക്കളെ. നിങ്ങൾ ആരെയാണ് ഈ ഏന്തി നോക്കുന്നത്? ഇത്രയും ഹംകിള് ഈ അങ്ങാടിയിലുണ്ടെന്ന് ഇപ്പഴാ എനിക്ക് മനസ്സിലായി. 1001 ഉറുപ്പിയും ഇസ്തിരി ചുളിയാത്ത കുപ്പായോ ഒലക്കമ്മന റേഡോ വാച്ചും 6 ദൂരം താമസവും. അയ്യയ്യേ നാണക്കേട്. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? ഷട്ടറിട്ട് പോരേ പോടോ. ഈ 1001 ഉറുപ്പിക കൊണ്ട് ഭൂമിയുടെ പൊക്കിളിൽ ഞാൻ കൈയിടും ഭാസ്കര. യാത്രക്കാർ ശ്രദ്ധയ്ക്ക് ഏറനാട്ടിൽ നിന്നും മങ്കര വഴി പല്ലശനി ക്ഷേത്രത്തിലേക്കുള്ള ദേവീപ്രസാദം 8:15 പുറപ്പെടുന്നു. ശ്രദ്ധിക്കുക, തിരുവണ്ണൂർ കൊളപ്പടി ചെറുകര പെരിന്തൽമണ്ണ വഴി ശിവപുരത്തേക്ക് പോകുന്ന മൈത്രിയും റോഡ് കിങ്ങും സ്റ്റാൻഡിന്റെ വലതുഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഏറനാട്ടിൽ നിന്നും പത്തിരിപ്പാലം വഴി പാലക്കാട്ടേക്ക് പോകുന്ന കമല പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു. തൊട്ടുപുറകെ സഹദേവനും പോകേണ്ടതാണ്.
കണ്ടുകൊടുത്ത എനിക്ക് അല്ല ബസ് പോണാരും വിളിച്ചു പറഞ്ഞതാ. മൊബൈൽ നമ്പർ ചോദിക്കായിരുന്നു. ഓട്ടെ. സുന്ദര, എന്തൊക്കെയുണ്ട് സുന്ദര? എന്ത് പറയാനാ, അച്ഛൻ കിടന്ന കിടപ്പ് തന്നെ. അമ്മ പിന്നെ നേരത്തെ കിടപ്പിലാണല്ലോ. വീട്ടിലെ കാര്യല്ലടോ, തിന്നാൻ എന്തുണ്ടെന്ന്. അതിനല്ലേ പുട്ട്, ദോശ, അപ്പോ. എന്നാ ഒരു കഷ്ണം പുട്ട്, ഒരു ചുറ്റിക. ചുറ്റിയോ? എന്തിനാ? പുട്ട് പൊടിച്ച് തിന്നാൻ. അത്രക്ക് സോഫ്റ്റ് ആണല്ലോ നിന്റെ പുട്ട്. ഒരു കട്ടൻ എടുക്ക്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഏറനാട്ടിൽ നിന്നും ചെർപ്പുളശ്ശേരി വഴി മലപ്പുറത്തേക്ക് പോകുന്ന റോഡ് കിങ് ഉടൻ പുറപ്പെടുന്നു. റോഡ് കിങ് ഉടൻ പുറപ്പെടുന്നു. നിന്റെ വായിലെന്താടാ മൈക്ക് എന്തേ? മൈത്രി പുറപ്പെടുന്ന കാര്യം മാത്രം എന്താ നിന്റെ വായിന്ന് പുറത്തേക്ക് വരാത്തത്? അടങ്ങ് വിജയ, അടങ്ങ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ശിവപുരത്തേക്ക് പോകാൻ വേണ്ടി മൈത്രി തയ്യാറായി നിൽക്കുന്നു. റോഡ് കിങ് എന്ന് പറയുന്ന ബസ് തന്നെയാണ്, അല്ലാതെ ഓട്ടോറിക്ഷ ഒന്നും അല്ല. അനൗൺസ് ചെയ്യടാ. ഓ, സമയമാകുമ്പോ അനൗൺസ് ചെയ്യും. നിന്റെ സൗകര്യത്തിന് പറഞ്ഞല്ലേ ബസ് സ്റ്റാൻഡ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഏറനാട്ടിൽ നിന്ന് ശിവപുരത്തേക്ക് പോകുന്ന റോഡ് കിങ് 8:30 പുറപ്പെടുന്നു. വിളിച്ചു പറയണ. ഇവനാരടാ ഏർനാട്ട അർന്നോൾട്ടാ? നമ്മുടെ മൈത്രി പോയോ കുമാരേട്ടാ? മൈത്രി ഒക്കെ പോയില്ലേ കുട്ടിയെ? അതുകൊണ്ടല്ലേ ഈ നാട്ടില് വെട്ടും കുത്തും കുഴപ്പങ്ങളൊക്കെ. ആ മൈത്രി അല്ല, നമ്മുടെ മൈത്രി ബസ്. അത് വരാനാവുന്നല്ലേ ഉള്ളൂ. ഓ, പറയും പോലെ സമയം ആവുന്നല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്? എടാ റോഡ് കിങ്, ഇന്ന് ഇതിൽ പോവാടാ. വേഗം, കുട്ടികളോട് മാറ്, മാറ്, മാറ്. പോരാൻ. അയ്യോ അമ്മേ. പടച്ചോനെ, എന്തിട്ടത് നെറ്റി മുറിഞ്ഞിക്കണല്ലോ. വാസുട്ടി, ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇതാ റോഡ് കിങ്ങാരി ചെയ്തതാ. അതിന് മുന്നിൽ പോയില്ലേ? കുഞ്ഞാക്കടെ മുമ്പിൽ വേറൊരു കിങ് വേണ്ട, കൂട്ടണം. നിങ്ങളുണ്ടെങ്കിൽ നമ്മളും ഉണ്ടെങ്കിൽ അവിടെ മോനെ വണ്ടി കയറ്റി ആരാണ്ട. ആ, നിങ്ങൾ ഇറങ്ങിക്കോളി, കൂട്ടിയാ കൂടൂല. ഏതപ്പോ നേരം ഇന്നേരം തന്റെ വണ്ടി അങ്ങനെ എവിടെ എത്തി? അതിന് നമുക്കൊരു കളി വേറെ കളിക്കാണ്ട്, അതവിടെ വെക്കട്ടെ. ഈ ചെക്കനെ ഈ ബസ് ഒന്ന് തള്ളിട്ടോ. നടു റോട്ടുമ്മല് മനുഷ്യക്കുരുതികളാ നമ്മൾ പ്രൈവറ്റ് ബസ്സുകാരെ മത്സരം ഓട്ടം കൊണ്ട് നടക്കണതേ. അവന്റെ കയ്യോ കാലോ ജീവനോ പോരുന്നെങ്കിൽ ഓന്റെ തന്തക്ക് നടക്കും. ഈ തിരിച്ചു കൊടുക്കും അവനെ. അത് തന്തയോ? അത് ഓക്കെ, പോകാം. അങ്ങനെ ഷൈൻ ചെയ്ത് പോകാൻ പറ്റ സുൽത്താനെ. കണ്ടീഷനുള്ള വണ്ടി ആകുമ്പോ റോഡിലോടി 10 കാശുണ്ടാക്കും. അങ്ങനെ ഓടാനേ അശോക, റോഡ് എന്റെ തറവാട്ട് വകല്ലോ. പിന്നെ എന്റെ വാപ്പാന്റെ വകയാ. അശോക, അനക്ക് വിളമ്പി വെച്ച ഈ തിന്നു. മറ്റുള്ളവരുടെ കൈയിട്ട് വരാൻ വന്ന ചക്കര ആ കൈ ഞാൻ വെട്ടും, ഉറപ്പാ. വെട്ടിയാ മുറിയാണ്ടിരിക്കാൻ ഉരുക്കൊന്നുമല്ല എന്റെ കൈ.
4 ഫുൾ ടിക്കറ്റും വേണ്ടിട്ട് റോട്ടുമലിട്ട് ഓട്ടിക്കും ചവിട്ടി തള്ളിട്ട് നെറ്റി പൊട്ടിക്കുകയും ചെയ്യണ ഈ മക്കളില്ലേ, ഇതൊക്കെ ആരാന്ന് എന്റെ വിചാരം? കണക്കൊന്നും വലിയ വളർച്ചയിലൂടെങ്ങായി. ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ, ചെക്കർ, അങ്ങനെ 3-4 കഴിഞ്ഞ നമ്മളെ കഥ. ഇതൊക്കെ വളരാനുള്ള മക്കളാ. ഈ മക്കളെ വില മനസ്സിലാക്കാനേ തന്ത ആകണമെന്നില്ല, തന്തയ്ക്ക് ഉണ്ടായ മതിയോ. ആക്സിലേറ്റർ മേൽ കാലമർത്തി മുന്നോട്ട് പായുമ്പോ എപ്പോഴും ഒരു സടം വരയ്ക്കുന്ന സാധ്യത ഉണ്ടെന്ന് ഓർത്തോ. എത്ര വണ്ടി എങ്ങട്ടെല്ലാം പോയ റോഡാ മുന്നിൽ കിടക്കണത്. കാണാട്ടാ. ഇറങ്ങിങ്ങാട് സമയില്ല. സ്ത്രീകൾ കേറാൻ ഈ ഫുട്ബോളിൽ നിന്ന് മാറിക്കൊടുത്തൂടെ ക്ലീനർമാർക്ക്? സ്ത്രീകളോ? സ്റ്റുഡൻസ് അല്ലേ, കൊച്ചുകുട്ടികൾ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഏത് പ്രായത്തിലായാലും പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡൻസ് തന്നെയാ. അല്ലെങ്കിൽ നിങ്ങൾ ബസ് ജീവനക്കാർക്ക് വിദ്യാർത്ഥികളോട് അലർജി അല്ലേ? അതെ, ഒന്ന് പറയുന്ന വഴി തന്നെ ഇറങ്ങി തൊട്ടുരുമി അങ്ങനെ സൂചിക്കണ്ട. പിന്നെ തൊട്ടിരുമാൻ പറ്റൊരു ഉരുപ്പടി അല്ല, നീലക്കുരുവി കേറിയാട്ടെ. അല്ലംപിളിയേച്ചി, ഇക്കൊല്ലവും SSLC പരീക്ഷ എഴുതാൻ തന്നെയാണോ തീരുമാനം? ഇക്കൊല്ലോ SSLC എഴുതുകയും ചെയ്യും, ഞാൻ ജയിക്കുകയും ചെയ്യും. കണ്ണും കാതും ഫീസായാലും വടിയും കുത്തിപ്പിടിച്ചു പോയി പരീക്ഷ എഴുതും. ഓ, എന്തൊരു സാക്ഷര കേരളം. ഒരു ഓമല്ലൂര് 5.50. അയ്യോ ഈശ്വരാ, നീയോ? എത്ര കാലമായിട്ട് നിന്നെ കണ്ടിട്ട്? അയ്യോ, ക്ഷീണിച്ചു പോയല്ലോ നീ. നിനക്ക് ഇപ്പോഴും ഒരു മാറ്റമില്ല. ഞാൻ കുടുംബവും കുട്ടികളും ഒക്കെ വയസ്സായി. നീ ഇപ്പോഴും SSLC പഠിക്കുന്ന വിദ്യാർത്ഥിനി. മുഖ്യമായിട്ട് എനിക്ക് പഠിത്തം തന്നെ. അതെ, മനസ്സ് നിറച്ച് SSLCയാ. അതിനിടയ്ക്ക് മക്കൾ 2 എനിക്ക് ഉണ്ടായി. മൂത്തോൻ ഇപ്പൊ +2, രണ്ടാമത്തുള്ള SSLCയാ. ഇക്കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് SSLC എഴുതും. അതിന് വേണൊരു ഭാഗ്യം. അതെ, എന്റെ കയ്യിൽ നിന്ന് പിന്നെ നടന്നു എന്ന് ഇയാളെ കുത്തി. ആണോ? കുത്തുകൊണ്ടില്ലേ? ഇനി ഒന്ന് മാറി എന്നെ പാസഞ്ചറെ. അത് എന്റെ സൗകര്യ. ടിക്കറ്റ് എടുത്ത യാത്രക്കാരനെ ഞാൻ ഇരിക്കണോ മാറി നിൽക്കണോ ഞാൻ തീരുമാനിക്കും. അതിന് നീ പോയി പെണ്ണ് കെട്ടി അവളെ കൊണ്ട് കയറി. ഇവളുടെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാ. അല്ല, അത് തീരുമാനിക്കാൻ താനാരാ? മഹിളാ സമാജ മണ്ഡലം പ്രസിഡന്റാ. ഈ മഹിളയുടെ പ്രസിഡന്റ് ഞാനാടോ. എന്റെ 2 കുട്ടികളെ പ്രസവിച്ച കന്യകയാണ് സ്റ്റുഡന്റ്. മാറിക്കടോ. എന്നെ കൊണ്ട് തൊടിയിക്കണില്ല, പിന്നെയാണ് വേറൊരുത്തൻ. അമ്പിളി, സേഫ്റ്റി പിന്ന് കയ്യിൽ തന്നെ ഉണ്ടല്ലോ. ഓ, ഇഷ്ടം പോലെ. എന്നെ പോലുള്ള വിദ്യാർത്ഥികളുടെ ജീവിതം സേഫ് ആക്കണമെങ്കിലേ ശരീരം മുഴുവൻ സേഫ്റ്റി പിൻ ഉണ്ടെങ്കിലേ പറ്റും. എന്തേ ഇത്ര ഇളിക്കാൻ? അല്ല, സംഭവാമി യുഗേ എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ട്. എന്റെ അമ്മാവന് ഇത് തന്നെയായിരുന്നു പണി. എന്ത് സംഭവാമി യുഗേ? അല്ലല്ല, പലിശ കൊടുക്കല്. എന്നിട്ടിപ്പൊ എന്തായി? ഹാർട്ട് അറ്റാക്ക് വന്നല്ലേ മരിച്ചത്? ഇവിടത്തെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ നല്ലതല്ലേ, ഒന്നും അറിയാതെ മരിക്കാൻ. അയ്യടാ, അങ്ങനത്തെ അറ്റാക്ക് അല്ല. ഹാർട്ടിന്റെ മോളിൽ കൂടി ലോറിയുടെ ടയർ കയറി അറ്റാക്ക് ആയിട്ടല്ലേ മരിച്ചത്. പാടോ മതി കയറ്റിയത്. കയറ്റല്ല, കളക്ട് ചെയ്യാ. പലിശ. ഞാൻ ആ കിണറിന്റെ മുകളിലുണ്ടാവും. ഞാൻ വിളിച്ചതേ അത് മനസ്സിലായി. അതന്നെ, നാളെ സെരീന ആർട്ടിന്റെ ഡോക്ടറെ കാണിക്കേണ്ട ദിവസം തൃശ്ശൂര് പോണം. നിങ്ങൾ ഇതെന്ത് മാർപ്പാപ്പയാന്ന്? ഒരു കല്യാണക്കാരി ഒത്തു വരുമ്പോ അവരോട് ഹാർട്ടിന് സുഖമില്ല എന്ന് കുട്ടിപ്പാടി നടക്കുക. എന്തേ? കുന്തം മങ്കരയിന്ന് വന്ന കൂട്ടർ ഒഴിഞ്ഞു, ഒത്തു നടന്നു എന്ന് വിചാരിച്ചതാ. അത്രയ്ക്ക് മെനക്കെട്ടതാ ഞാൻ. കൊറേയൊക്കെ നമ്മൾ മറച്ചു വെക്കണം. കല്യാണക്കാരികൾ അങ്ങനെ നടക്കൂ. അങ്ങനൊരു കല്യാണം എന്റെ പെങ്ങളുകുട്ടിക്ക് നടക്കണ്ട. മുൻകൂട്ടി പറയാതെ കല്യാണം കഴിഞ്ഞ് ഒരു പുരയിൽ ചെന്ന് കയറി കുറെ കാലം കഴിഞ്ഞിട്ട് ഞമ്മള് പറ്റിച്ചാണെന്ന് പറഞ്ഞ് ഓല് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് ആക്കിയാലോ? ആലോനയിലെ മുടങ്ങിപ്പോണ ഒരു കല്യാണത്തിന്റെ വേദനയല്ലോ ആ വേദന. നടക്കും. ഓക്കൊരാളെ കാണിച്ചു തരാണ്ടിരിക്കൂല പഠിച്ചു. എത്ര റുപ്യ വേണ്ടി വരും? അറിയാലോ ഞമ്മളെ ആശുപത്രി ചികിത്സയൊക്കെ. എഴുതിയ മരുന്ന് പറഞ്ഞ ടെസ്റ്റ്. അരിയും തുണിയും വാങ്ങണോടത്തും പുര വെക്കണോടത്തും ഒക്കെ ഞമ്മളെ ലാഭതുപോലെ ചെയ്താൽ മതി. ആരോഗ്യത്തിന്റെ കാര്യം ആരാന്റെ കയ്യിലല്ലേ? അത് യാതൊരു കരുണയില്ലാത്ത കച്ചവടക്കാരുടെ കയ്യിൽ. ഒരു 5000 ഉറുപ്പ്യെങ്കിലും ഇല്ലാണ്ട് അങ്ങോട്ട് കയറി ചെല്ലാനുള്ള ധൈര്യമൊക്കെ ഇല്ല. വെറുതെ ആണോ? എന്ത് അസുഖം വന്നാലും ഞാൻ ഈ ദശമൂലാരിഷ്ടം മാത്രം കുടിക്കുന്നത്. ഇപ്പൊ കഴിച്ച ദശമൂലാരിഷ്ടം ശ്രീനെ എന്താ കുഞ്ഞാക്ക? ഒന്നിടന്നേ. ഞാനേ നാളെ ഒരു വൈക്ക് പോവാ. ഈ ഒന്ന് കരുത്. പണിയില്ലാണ്ട് നിക്കുക കുഞ്ഞാക്ക.
പടച്ചോനിങ്ങനെ നല്ലത് വരുത്തും കുഞ്ഞ. പടച്ചോയ്ക്ക് മാത്രല്ലടോ, എല്ലാവർക്കും നല്ലത് വരുത്തും. എല്ലാരെയും പടച്ചോനല്ലേ പടച്ചോൻ. ഉമ്മ, നിങ്ങളുടെ പുന്നാര വനിത വായന കുറച്ച് നേരത്തേക്ക് നിർത്തി. ഉമ്മാക്കറിയോ ഇതിപ്പോ എന്താ കാര്യം? ഉപ്പാന്റെ ഭൂമി കച്ചവടത്തിന് കണ്ണി കണ്ടവരുടെ കാശ് കടം വാങ്ങി അഡ്വാൻസ് കൊടുക്കൽ കുഞ്ഞാക്കാന്റെ ജോലി. എന്നിട്ടോ കച്ചവടത്തിന്റെ ലാഭം ഉപ്പാന്റെ പോക്കറ്റിലും. ഒരു 1100 ഉറുപ്പ്യായിട്ട് ഇറങ്ങിക്കോളും. കുറെ കാലായിട്ട് 1100 ഉറുപ്പ്യായിട്ട് ഞാൻ ഇനി ഇറങ്ങും. അനക്ക് അത്രയ്ക്കേ മനസ്സിലാവൂ. ചിലക്കാനല്ലാതെ ബുദ്ധിയൊന്നുമില്ലല്ലോ. ലാഭനഷ്ടല്ല കാര്യം. സുൽത്താൻ വീട്ടില് മൂസക്കാന്റെ മൂത്ത മരുമോൻ അങ്ങാടിയില് മാനം കെട്ട അതിന്റെ മാനക്കേട് ആർക്കാ? സുൽത്താൻ വീടിന് ആണല്ലോ. അത് പുയ്യാപ്പിള പറഞ്ഞ നേര്. ആ, ഈ പുയ്യാപ്പിള എന്നും നേരെ പറഞ്ഞിട്ടുള്ളൂ. കേൾക്കണവർക്ക് ഒന്ന് വളഞ്ഞു തോന്നും. അതെന്റെ ഈ ഇല്ലാത്ത കോങ്കണ്ണ് ഉണ്ടെന്ന് തോന്നണ പോലെയാ. ഇവൻ ഈ കുഞ്ഞാക്കാന്ന് പറഞ്ഞ് പാടി പോഴ്ത്തി നടക്കുന്ന സക്കീർ ഹുസൈൻ അമ്മായിന്റെ മോനാണ്. ഞാൻ കുറ്റം പറയല്ല. നമ്മളൊട്ട് അതിന് സമ്മതിക്കില്ല. ആ, അതാണ്. അതിന് നമ്മൾ ആരെ സമ്മതിക്കാനും പാടില്ല. എന്നാലും അവനൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഒരു 1.5 ലക്ഷം ഉറുപ്പിയ ഒരു കളിയില്ലാതെ എന്റെ കയ്യിൽ വരുമായിരുന്നു. പോട്ടെ, കാശ് ഇന്ന് വരും, നാളെയും വരും. മാനം പോയത് പോയാ. കുഞ്ഞാക്ക, എന്താ ഇവിടെ ഒരു സമ്മേളനം? എന്റെ കുഞ്ഞാക്ക, നിങ്ങൾക്ക് 100 ആയുസാണ്. നിങ്ങളെ പറ്റി 1001 കുറ്റം പറഞ്ഞിട്ട് തൊള്ളേന്റെ ഷട്ടർ ദിപ്പിട്ടിട്ടുള്ളൂ. ആയുസിന്റെ എല്ലാവർക്കും നല്ലത്. അതെ, അളിയന്റെ എഴുതും അത്ര നല്ലോണം പറിച്ചിട്ട് 1001 തവണ ഈ കുഞ്ഞാക്കാലിന് ഊതിക്കൊളി. പാമ്പിന്റെ മാതിരി ഇങ്ങനെ ഉപ്പാനോട് കുഞ്ഞോ, ഓ എന്റെ സുറുമേന്റെ കാര്യം മറന്നു. അത് ഞാൻ മറക്കുവോ? എന്റെ ഉപ്പ 14-ാം രാവത്തെ നിലാവ് പോലെ കൊണ്ടുനടന്ന ഈ മോത്തിന്റെ മുഞ്ചി കളയാൻ ഞാൻ സമ്മതിക്കോ? അതാ നിങ്ങൾക്ക് അറിയോ കുഞ്ഞാക്ക, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും വെല്ലുമ്മനെ കണ്ട കുഞ്ഞാക്കാന്റെ ഉമ്മല്ല മൂത്തൊരു ഇത്താത്താന്നേ തോന്നുള്ളൂ. മനസ്സിൽ സന്തോഷവും സംഗീതം ഉണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് വയസ്സാവൂലെന്ന്. മരിക്കോളെ എങ്ങനെയായിരുന്നു മുഹമ്മദ് റാഫി? ചെറുപ്പായിരുന്നു. മനസ്സിൽ സംഗീതം ഉണ്ടായിരുന്ന ആള് തന്നെയല്ലേ മാലപ്പറമ്പിലെ മൊയ്തീൻ കുട്ടി. 32-ാം വയസ്സിൽ വെടി തീർന്നില്ലേ? തള്ള വയസ്സാം കാലത്ത് ഓരോരോ കണ്ടുപിടുത്തങ്ങളായിട്ട് ഇറങ്ങിയേക്ക. നിങ്ങക്ക് രണ്ടാക്കുള്ള ഗൈഡ് ഇനിയിപ്പോ അതിന്റെ പേരിൽ പരിപ്പ് താറാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞാക്ക മറക്കൂലെന്ന്. കുഞ്ഞാക്ക, സുലൈമാനി ആയിക്കോട്ടെ. പോയി കുളിക്കാൻ നോക്കി. എന്താ മോത്തൊരു വാട്ടം? ഒന്നുമില്ല. എന്റെ മോളെ മനസ്സിലാക്കി വരുന്നവര് വന്നാ മതി. അങ്ങനെ ഒരാള് വരും. അതിനല്ലേ കുഞ്ഞാക്ക കാത്തിരിക്കണം, ഇല്ലമ്മ? പിന്നല്ലാതെ. ചെന്ന് കുളിക്കാൻ നോക്കൂ കുഞ്ഞാക്ക. അല്ലടോ, ഇന്ന് മേഫിലില്ലേ? പിന്നില്ലാതെ. നീ നമ്മള് പെരുക്കാൻ പോവല്ലേ? സൈനബ, അതെ, കഴിഞ്ഞില്ലേ ദഫ്മുട്ട്? നേരത്തിനകത്തേക്ക് എന്തെങ്കിലും ചെന്നില്ലെങ്കിലേ ഗ്യാസ്. സൈനബ വന്ന് വിളമ്പാൻ നോക്ക്. എനിക്ക് കുറച്ചുകൂടി കാലം ജീവിക്കണം. വാ, ഒരു യേശുദാസും ജയചന്ദ്രനും. ഇത്രയും അരസികനായ ഒരു തന്ത. വിവരം കുറവാണെങ്കിലും ഇക്കാര്യത്തിൽ എന്റെ ഉപ്പാനെ കുറ്റം പറയാൻ പറ്റൂല. ഡോ കുഞ്ഞോ, അന്റെ പെറ്റുമ്മ ആയതോടെ ഇതുവരെ ഞാൻ സഹിച്ച്. ഈ കാണുണ്ടാവൂല, എന്നാലോ ഞാൻ കാണുന്നുണ്ടേ ഈ ഹാർമോണി പെട്ടിയുടെ ഗതികേട്. പ്രാണസഖി എന്ന് കേട്ടിട്ട് ഈ കട്ടകൾ വരെ അന്തം വിട്ട് മേപ്പിട്ട് നോക്കുക. എത്ര കാലായി പ്രാണസഖി എന്ന് തുടങ്ങിയിട്ട്. ഈ ചുറ്റുവട്ടത്തുള്ള ഒരു പൊറുതിയേട് കൊണ്ട് പോലീസിൽ പരാതി കൊടുക്കാത്തതേ മരിച്ചുപോയ എന്റെ ഒപ്പ ഒറ്റൊരാളെ വിചാരിച്ചിട്ട് മാത്രം. പുതിയത് ഏതെങ്കിലും മാറ്റി പിടിച്ചോ, അത് അനക്കും നല്ലത്, കേക്കണോൽക്കും നല്ലത്. ഇമ്മ പറഞ്ഞ ശരിയല്ലേ? ഞമ്മക്കൊന്ന് മാറ്റി പിടിക്കാം. ഓക്കെ, ഇന്ന് തകർക്കാൻ പോവാ. പ്രാണസഖി ഞാൻ വേറുമൊരു പാമരനാം നാട്ടുകാരൻ. ഒരു രോഗിയാണെന്നുള്ള തോന്നൽ സെലീനയ്ക്കും പാടില്ല, വീട്ടിലുള്ളവർക്കും. സാധാരണ റൊമാറ്റിക് ആർത്രൈറ്റിസ് ബാധിച്ച കുട്ടികളുടെ ചികിത്സാ കാര്യത്തിൽ സംഭവിക്കാറുള്ളത് ഇടയ്ക്ക് വെച്ച് മുടങ്ങും, അല്ലെങ്കിൽ വല്ലപ്പോഴും തോന്നിയ പോലെ. അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. സെലീനയുടെ ചികിത്സാ കാര്യത്തിൽ നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു മിസ്റ്റർ സക്കീർ ഹുസൈൻ. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്ന ഒരു പനി, ഒരു സന്ധിവേന, 2-3 ദിവസം കൊണ്ട് ഭേദാവെന്ന് വിചാരിച്ചു. ഒരു നിസ്സാര കുണക്കെട്. കാലം മുഴുവൻ എന്റെ മോൾ അനുഭവിച്ചു കൂട്ടിയത്. ഇനി വിവാഹവും കാര്യമൊക്കെ ആവാം. 35 വയസ്സ് വരെ ഇഞ്ചക്ഷൻ മുടങ്ങരുതെന്ന് മാത്രം. നിങ്ങളോട് നന്ദി പറയണത് എങ്ങനെയാണെന്ന് അറിയില്ല. ദൈവത്തോട് പറയാ. இந்த வாரம் എന്തായാലും ഞാൻ കോയമ്പത്തൂർക്ക് വരും. അത് ശരിയാ, ഞാൻ എന്തിനാ തമിഴ് പറഞ്ഞ് ബുദ്ധിമുട്ടണല്ലേ? വരൂന്ന് പറഞ്ഞ് ഞാൻ വന്നിരിക്കും. ഞാൻ പിന്നെ വിളിക്കാം.
കുഞ്ഞാക്ക ഇങ്ങോട്ട് വന്നോ? ഇല്ലെന്തേ? വണ്ടി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുക. സ്റ്റേഷനിൽ പിടിച്ചിട്ട് കുഞ്ഞാക്ക കുഞ്ഞാക്ക ഓട്ട വിടണ്ട. കുഞ്ഞാക്ക ഈ ഇന്ന് വണ്ടി പോയില്ലേ? വണ്ടി പോയി. വണ്ടി പോയോ? എന്താണ്ടത്? വണ്ടി പോലീസ് പിടിച്ചോണ്ട് പോയിന്ന്. റോട്ടിംഗ് അശോകൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി നമുക്കെതിരെ കേസ് ഉണ്ടാക്കിയിരിക്കുക. ഓഹോ, പട്ടാപ്പകൽ ഗുണ്ടായിസം, നടു റോഡിൽ അടിപിടി, വധശ്രമം. നിങ്ങൾ ഈ ബസ് ജീവനക്കാരെന്ന് പറഞ്ഞാൽ എന്താ ഭീകരന്മാരാ? ചെക്കിംഗ് ഇൻസ്പെക്ടർ അശോകനെ നടു റോഡിലിട്ട് കൊല്ലാൻ ശ്രമിച്ചു. താൻ വധശ്രമത്തിന് അവർ കേസ് കൊടുത്തിരിക്കുന്നത്. എന്താ തനിക്കൊന്നും പറയാനില്ലേ? ഓ, എന്തുകോ കാര്യങ്ങളൊക്കെ ബാലകൃഷ്ണൻ സാർ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ഞാൻ എന്ത് പറയാനാ? സംശയമുള്ളവർക്കെല്ലാം തീർത്തു കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ താൻ അയാളെ കൊല്ലാൻ ശ്രമിച്ചു പോലീസ് സ്റ്റേഷനിൽ മൊഴി തരാണോ? അങ്ങനെ ഞാനൊന്നും മൊയിഞ്ഞേരാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ ഈ 4-ാം തരം കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കണത്? സക്കീറേ, എന്റെ സാറേ, ആരും എന്തൊക്കെയോ നിങ്ങൾ എഴുതി പഠിപ്പിച്ച് അത് നിങ്ങൾ എന്നെ വായിച്ച് കേൾപ്പിച്ചു. രാവന്തിയോളം റോട്ടുമിക്കണം നെട്ടോട്ട് ഓടിയാലും പായാരം തീരാത്തോറാ ഞങ്ങൾ ഈ വണ്ടിപ്പണിക്കാരെ. എന്റെ ഒരു ട്രിപ്പ് അപ്പൊ നിങ്ങൾ കൊളാക്കിക്കണം. അശോകൻ ചത്തിട്ടൊന്നുമില്ലല്ലോ, ആശുപത്രിയിലല്ലേ? അതും ഇല്ലാത്ത പരിക്കുണ്ടാക്കി ഇല്ലാത്ത കേസുണ്ടാക്കി എന്നെ കുരുക്കാൻ. ആയിക്കോട്ടെ, നിങ്ങളെല്ലാരും കൂടെ എന്നെ അങ്ങോട്ട് ഉണ്ടാക്കി ഞാൻ നിന്ന് തരാം. ഏത് ജയിലിലാ പോയി കിടക്കണമെന്ന് പറഞ്ഞാൽ മതി, കിടന്നോളാം. പക്ഷേ എന്റെ വണ്ടി പിടിച്ച് സ്റ്റേഷനിൽ ഇടരുത്, ട്രിപ്പ് മുടക്കരുത്. ഞാൻ മാത്രല്ല, വേറെയും കുറെ പാവപ്പെട്ട മനുഷ്യന്മാരെ കഞ്ഞിയാത്. ഓന് കൊടുക്കേണ്ടതേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഓനെ പോലത്തെ മൃഗങ്ങൾ ചവിട്ടി റോട്ടുമിലിട്ട പല മക്കളും ആശുപത്രിയിലും ഐസിയിലും കിടക്കണ്ട്, ഇപ്പോഴും കിടക്കണ്ട്. കുറെ എണ്ണത്തിന് ജീവനും പോയിട്ടുണ്ട്. നഞ്ചെന്തിനാ സാർ നാനായി? മൊത്തം വണ്ടിപ്പണിക്കാരെ നാട്ടുകാരെ ശത്രുക്കളാക്കാൻ ഓനെ പോലത്തെ 4 നായ്ക്കൾ പോരെ? അതുകൊണ്ട് മുൻകൂറായിട്ട് പറയണം, അമ്മാതിരി പോക്കിരിത്തരം കാണിച്ച ഓനെന്നല്ല ആര് കാണിച്ചാലും ആട്ടി ഉറപ്പാ. അപ്പൊ നീ നിയമം കയ്യിലെടുത്ത് ഇറങ്ങും. നിങ്ങളെപ്പോലുള്ളവർക്ക് എടുത്താ പൊന്തിയില്ലെങ്കിൽ ഇന്നെ പോലുള്ളവർ എടുക്കും. ഓ, എന്നാ പിന്നെ വണ്ടി ഞാൻ വിട്ടുതരില്ല. വണ്ടി നിങ്ങൾ വിടണ്ട, അതിന്റെ ഡ്രൈവർ വിട്ടോളൂ. വധശ്രമം അത് ചെയ്ത ഞാനാ, എന്റെ വണ്ടിയല്ല, അതിലെ പണിക്കാരുമല്ല. എവിടെ ഒപ്പിടണ്ട് പറഞ്ഞോളി. ഞാനേട്ടാ വണ്ടി ഇറക്കി. പോയത് പോയി, അടുത്ത ട്രിപ്പെങ്കിലും നേരത്തിന് പഠിക്കാൻ നോക്ക്. എന്ത് ചെയ്യാനാ, എല്ലാവർക്കും കുതിര കയറാൻ നമ്മൾ ഒരേ വണ്ടിപ്പണിക്കാരുണ്ട് റോട്ടുമല്ലോ. നിന്നെ നിനക്കറിയാലോ, നിങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാ ഞങ്ങൾ പോലീസുകാരുടെ കാര്യവും. 4 എണ്ണം നാറിയതുണ്ടാവും. ആ 4 എണ്ണത്തിന്റെ പട്ടികയിൽ പിന്നെ എല്ലാരെയും നാട്ടുകാർ കാണും. മോളിന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു നിന്നെ ഒരു ദിവസമെങ്കിലും മെനക്കെടുത്തണമെന്ന്. ഇന്റെ നാവാണ്, പറയുമ്പോ പറയണതേ ഉള്ളൂ, മനസ്സിലൊന്നും ഉണ്ടായിട്ടല്ല. എന്തെങ്കിലും പറഞ്ഞു പറ്റില്ലെങ്കിൽ മാപ്പാക്കണം. പിന്നെ സൂക്ഷിക്കണം, നിനക്ക് എമ്പാട് ശത്രുക്കളുണ്ട്. ആരാന്റെ മനസ്സിൽ ശത്രുതയും അസൂയയും വളരണേയും നമ്മളെന്ത് ചെയ്യാനാ സാറേ? പടച്ചോ നമ്മളെ ശത്രു ആയിരുന്നാ മതി. അതില്ലാണ്ടാക്കാനുള്ള പ്രാർത്ഥനയും ചെറിയൊരു മനോഗുണമൊക്കെ ഉണ്ടെന്ന് എന്റെ വിശ്വാസം. ബാക്കിയൊക്കെ മൂപ്പരിലല്ലേ? ഇറങ്ങിട്ട് വരാം നിന്റെ ആക്രാന്തം. അതെ, മൈത്രിയുടെ ക്യാഷ് ബാഗ് നിറഞ്ഞുകൊണ്ട് എന്റെ കുടുംബം ജീവിക്കില്ല. അതിന് ഇതിൽ ആള് കാരണം. എന്നാ നീ കേറ്റ്. ഇപ്പൊ പുറപ്പെടും കയറിക്കോ. 5 മിനിറ്റ് മുമ്പേ ഇത് പോയാലും 10 മിനിറ്റ് മുമ്പേ അവിടെ എത്തുന്ന ഇതാ. 10 മിനിറ്റ് നേരത്തെ എന്നിട്ട് തള്ളകൾക്ക് തിരുവാതിരകളിയൊന്നുമില്ലല്ലോ. എങ്കിൽ മനോഹരമായ ഗാനം കേട്ട് സുഖമായിട്ട് യാത്ര ചെയ്യാം. ശിവപുരം 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 കുഞ്ഞാക്ക അന്വേഷിച്ചെന്ന് പറഞ്ഞു. ആ സത്യ, ടാക്സ് ഇറക്കാൻ നേരായി. ആർ ടി ഓഫീസിൽ പോയി തൊള്ളയും തുറന്ന് കുത്തിരിക്കാൻ നേരല്ലിടും. അതിനല്ലേ കുഞ്ഞാക്ക എന്നെ പോലുള്ള RTO ബ്രോക്കർമാര്. കാശും കള്ളാസൊക്കെ നമ്മൾ റെഡിമെയ്ഡ് വീടിൽ ഏജന്റിന്റെ അടുത്തുണ്ട്. അവിടെ ചെന്നാ മതി. ഇന്നെ കൊണ്ട് അടച്ചക്കിട്ടാ. ആയിക്കോട്ടെ. പുറപ്പെടാനായിട്ടോ എടക്കുരുളെത്തി. ഇതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് എത്തുന്നത്? ഒരു ദിവസം 1 മിനിറ്റ് പോലും തെറ്റുന്നില്ലല്ലോ ടീച്ചറെ. ഞങ്ങള് രണ്ടാളും ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ. ഇനി കഷ്ടിച്ച 1 കൊല്ലം കൂടെ ഉള്ളൂ എന്റെ പഠിപ്പിക്കല്. അത് കഴിഞ്ഞാ പിന്നെ ഈ യാത്ര അവസാനിച്ചു. റെസ്റ്റ് എടുക്കാനാണ് സർക്കാർ പെൻഷൻ പറ്റുന്ന പരിപാടി ഏർപ്പാടാക്കിയത്. എന്നിട്ട് മാഷക്കാണ് ഒരു റെസ്റ്റും ഇല്ല. ടീച്ചറായിട്ട് ഒരുമിച്ച് ഇങ്ങനെ നടക്കണ്ടേ? വെറുതെ അല്ല നാട്ടുകാർ അതിനൊരു യോഗം വേണം വാസുട്ടിയെ. കേറ് മാഷ കേറ്. ശരിയാ, എന്റെ യോഗ മഹായോഗം. ശിവപുരം 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 ശിവപുരം. അല്ല, എന്നും ഇങ്ങനെ ചിരിയും കളിയൊക്കെ ആയിട്ട് നടന്നാ മതിയോ? പെണ്ണൊന്ന് കെട്ടണ്ടേ സക്കീറെ? അതിന് മാഷ് കൊത്ത് കിട്ടിയ പോലെ ഒന്നിനെ പടച്ചോ ഞമ്മക്കും തരണ്ടേ ടീച്ചറെ? കിട്ടണോ? അപ്പൊ ഇത് നിങ്ങൾ തപ്പി പിടിച്ചതാ? അല്ല നാരായണ, പുറപ്പെടല്ലേ? പോണെങ്കിൽ ആദ്യം എത്തുന്നതാ. കയറിക്കോ ശിവര, എല്ലാം കയറിക്കോ. ശിവര ചേച്ചി രാജപദവിയിലുള്ള ഓട്ടോ കയറിക്കോ. ശിവര 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 എല്ലാം കയറിക്കോ. ഷൊർണൂർ പട്ടാമ്പി ശിവര ശിവര. തിരുവാനൂർ തിരുവാനൂർ തിരുവാനൂർ. മുന്നേക്ക് കുഴപ്പമില്ല.
എന്താ ഇത്? ഒന്ന് വേഗം വന്നാലേ പൈതങ്ങളെ. പൂമ്പാറ്റണെന്ത് വൈകിയത്? കുഞ്ഞാക്ക നേരത്തെ വരൂല, വൈകിയും വരൂല. വരണ്ട സ്ഥലത്ത് വരണ്ട, നേരത്തെ വന്നിരിക്കും. എക്സ്ക്യൂസ് മീ, പുതിയ ആളാണല്ലേ? പുതിയ ആളൊന്നല്ല, ഈ പ്രായമൊക്കെ ആയില്ലേ? അല്ല, ബസ്സിൽ പുതിയ യാത്രക്കാരിയാണോ എന്ന് ചോദിച്ചതാ. വിശേഷങ്ങളൊന്നും അന്വേഷിക്കണ്ട, മാറിക്ക് കേറട്ടെ. ഈ പോണടുത്ത് വല്ലതും പഠിക്കണ്ട. തണ്ടണെങ്കിൽ വേണം ഡിഗ്രി, പട്ടിണി കിടക്കണമെങ്കിൽ വേണം 100 റുപ്യ. കാലം വല്ലാത്ത മോളെ. കണ്ടക്ടർ, സീറ്റില്ലേ? ഉണ്ടല്ലോ, 40 സീറ്റുണ്ട്. പക്ഷെ ആളിരിക്കുകയാണല്ലോ. ഫ്രണ്ടിൽ ഒരു സീറ്റ് ഉണ്ട്, അതിൽ ഡ്രൈവർ ഇരിക്കുന്നു. കണ്ടക്ടർ അയക്ക് പോലും സീറ്റില്ല. എന്താ കളിയാക്ക? കാര്യം പറഞ്ഞാണ് മാഡം. സ്ത്രീകളുടെ സീറ്റിൽ പുരുഷന്മാർ ഇരിക്കുന്നുണ്ടല്ലോ. പുരുഷന്മാരില്ല, ഒരു പുരുഷൻ. പ്രായമുള്ള ആളാ, സീനിയർ സിറ്റിസൺ. സീനിയർ സിറ്റിസന് വേറെ സീറ്റ് ഉണ്ടല്ലോ. വികലാംഗർക്കുണ്ടല്ലോ, അത് മതിയോ? എന്താ? ഭീരാന്തോർ അംഗവൈകല്യ, മനോവൈകല്യ പറയും. എന്താ വാസുട്ടി? ഞാൻ കുറച്ചു നേരമായിട്ട് ഈ നാട്ടുകാരനല്ലേ. യാത്രക്കാരോട് അപമര്യാദയായിട്ട് പെരുമാറിയല്ലേ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടേണ്ടി വരും. അവിടെ ചെന്നിട്ട് എന്താക്കാനാണ് മാഡം? അതും കാക്കി ഇതും കാക്കി. അത് വെറും കാക്കി, ഇത് കക്കാക്കി. ഞങ്ങള് കാരണം ഒരു പ്രശ്നം വേണ്ട. മോള് ഇവിടെ ഇരുന്നോളൂ. ഇങ്ങോട്ട് ഇരുന്നോളൂ. വേണ്ട മോളെ. വേണ്ട കുട്ടികളെ, ഞങ്ങൾ നിന്നോളാം. യുദ്ധം ചെയ്ത് നേടിയല്ലേ ഇരുന്നോളി. ജീവിതകാലം മുഴുവരിക്കാനല്ലോ. ഇറങ്ങാനുള്ള സ്റ്റോപ്പിലെത്തുമ്പോ ഇറങ്ങണല്ലോ. ഇരുന്നോളി. എങ്ങട്ടാ? ശിവപുരം. ശിവപുരം. അല്ല, ഇതിന്റെ വലുത് അടിക്കണില്ലേ പോരല്? 1000-ന്റെ. അത് റിസർവ് ബാങ്ക് ഇറക്കുന്നതാ. പക്ഷെ കുറച്ചുപേരെ കയ്യിലേ കിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ള മുറ്റത്ത് ഇപ്പോഴും ദാരിദ്ര്യ രേഖന്റെ കട്ടി കൂടി വരികയാണ്. കാണുമ്പോ കൊതിയാവുക. ഇത്രയും നേരവും ഭംഗിയുള്ള ഒരു 500 നോട്ട് ഈ അടുത്ത കാലത്തെങ്കിലും ഈ ബസ്സിൽ കയറിയിട്ടില്ല അല്ലേ മേഡം? 8.50 ചില്ലറ തരണം. ചില്ലറയും പേര് നടക്കില്ല. യാത്രക്കാരുടെ പണിയല്ല, കണ്ടക്ടറുടെ ജോലിയാ. ഒരു യുദ്ധമില്ലാതാക്കലാണ് നമ്മുടെ ജോലി. കേട്ടിട്ടില്ലേ? ലെസ് ലഗേജ് മോർ കംഫർട്ടബിൾ എന്ന്. ഒരു കണ്ടക്ടർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണ്? വെറും 8 രൂപ 50 പൈസ. 8 രൂപ 50 പൈസ പിന്നെ തരാം. 500 ഇങ്ങോട്ട് തന്നെ. പ്രശ്നം തീർന്നല്ലോ. എന്റെ പൈസ കിട്ടിയാ മതി. അവർക്ക് ടിക്കറ്റും കിട്ടിയാ മതി. സഹോദരി, ഈ 500 എന്റെ കയ്യിലുണ്ട് കേട്ടാ. ഒരു 8.50 നിങ്ങൾ തന്നാൽ ഈ 500 എപ്പോഴെങ്കിലും തിരിച്ചു തരാം. ഞാൻ കൊടുക്കില്ലേ? അപ്പൊ ഞാൻ 8.50 കൊടുത്തില്ലേ? ഞാൻ നിങ്ങളോട് കാശ് വാങ്ങിയോ? അപ്പൊ എന്റെ കാശോ? അത് നിങ്ങൾ തമ്മിൽ തീർത്തോ? കുഞ്ഞാക്ക, എന്റെ 8.50. അതെ, ഞാൻ കുറച്ച് നേരമായിട്ട് ഈ നാട്ടുകാരനെ അല്ല. ടിക്കറ്റ് എവിടെ നിന്ന് വന്ന് കേറിയടാ? ശിവപുരോ? ശിവപുരം സ്കൂൾ പടി. ഇറങ്ങി. അതെ, എന്റെ 8.50 ഇതാ. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോ എവിടെ നിന്ന് കിട്ടി? ഇല്ലാഞ്ഞിട്ടല്ല, അയാളുടെ ജാട കൊണ്ട് കൊടുക്കാൻ ഞാൻ. അല്ല, പേരെന്താ? എന്തിനാത്? ഞങ്ങൾ ക്ലീനേഴ്സിന്റെ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ട്, അതിലെഴുതാനാ. സ്ഥിരമായിട്ടുണ്ടാകോ ഉണ്ടെങ്കിൽ എവിടെ നിന്ന് കയറും എവിടെ ഇറങ്ങുന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഞങ്ങളുടെ കണ്ണുകൾ സദാ നിങ്ങളെ ഫോളോ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ ഫാലോ ചെയ്യണ്ട. നൂർജഹാൻ, ഞങ്ങളുണ്ട്. അയ്യോ, സമയായി. വാ, രജിസ്റ്റർ ചെയ്തോ. നൂർജഹാൻ. നല്ല പേരല്ലേ? കേരളം. അയ്യോ, ഈ മരണച്ചവിട്ടൊക്കെ ചവിട്ടിയിട്ടും കളക്ഷൻ താഴേക്കല്ലാതെ മുകളിലേക്കില്ല. ഇല്ല കുഞ്ഞാക്ക. അതുകൊണ്ടാണ് പ്രൈവറ്റ് ബസ്സിൽ പെണ്ണ് കെട്ടാത്ത ചുറിയുറുക്കള നല്ല ചെറുപ്പക്കാരെ ഡ്രൈവർമാരാക്കണത്. ഭാര്യയും മക്കളും ഉണ്ടോ? ആക്സിലേറ്റർ സമ്മതിച്ചാൽ കാലങ്ങോട്ട് സമ്മതിക്കൂല. സ്പീഡ് കുറഞ്ഞാലോ മുതലാളിമാരും സമ്മതിക്കൂല. നമ്മുടെ മുതലാളി ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കൊള്ളാം. പക്ഷെ നാരായണേട്ടോ, വലിവ് പോരാട്ടോ. ഇനി എങ്ങോട്ട് വലിപ്പിക്കാനാ? വയ്യാതാവണുണ്ട്. പിന്നെ എന്നെ പോലുള്ള ക്ലീനർമാർക്ക് വയസ്സാവൂല. അതൊരു ഹരമുള്ള പണിയാണ്. തട്ടാ കയറ്റാ. ഉച്ചക്കത്തെ ട്രിപ്പ് എണ്ണ കാശ് പോലും ഒക്കൂല. എങ്ങനെ ഒക്കാനാ? അന്നേരത്ത് നമ്മുടെ കൂടെ തന്നെ KSRTC ഒരു ലോക്കൽ സർവീസ് തുടങ്ങിയിട്ടുണ്ടല്ലോ. അവർക്ക് തെറ്റില്ലാത്ത കളക്ഷനും ഉണ്ട്. ഡ്രൈവറേയും കണ്ടക്ടറും ഒന്ന് കാണണ്ട പോലെ കണ്ടാ ചിലപ്പോ. അതൊന്നും ഞമ്മക്ക് വേണ്ടോ. KSRTCയിലും എല്ലാരും ഒന്നും അത്രക്കാരല്ല. അർഹതയില്ലാത്ത അന്നം അത്തായി മുടക്കുന്ന ഞമ്മക്ക് ആക്കായി വേണ്ട. ഞാൻ പോട്ടെ കുഞ്ഞാക്ക. നീ പോ. അപ്പൊ കുഞ്ഞാക്ക, എന്റെ സ്ഥിതി എങ്ങനെ? സ്വാതന്ത്ര്യം കിട്ടാൻ അർദ്ധരാത്രി ആവോ? കഴിഞ്ഞിക്കണോ? ഒരു പെഗ് കൂടി ബാക്കിയുണ്ട്. അല്ല, ബാക്ക് കൂടി ഒന്ന് കഴുകി. അവിടെ 3 സ്റ്റുഡൻസ് വെയിറ്റിംഗ് അല്ലേ?
വല്ലതും വെച്ചുണ്ടാക്കി കൊടുക്കണ്ടേ? അതൊക്കെ ഫാസ്റ്റ് ഫുഡല്ലേ. ഞങ്ങൾ ആരാ റിച്ച് ഫാമിലി അല്ലേ. 180 ഒരു 20 രൂപയും കൂടി കിട്ടിയിരുന്നെങ്കിൽ 200 ആകും. ആയിക്കോട്ടെ, ഇപ്പൊ 180 ആയിട്ട് പോകാം. ചെത്തല് കുറച്ച് കൂടുണ്ട് കണക്ക്. ഇത് മേങ്ങി തന്ന മുടിയാന്തരായോ? ബിസ് ഇന്നോ നാളെന്ന് പറഞ്ഞ് നിൽക്കണ്. ഇടങ്ങാറുണ്ടാക്കല്ലേ. അയ്യോ, ഞാനൊരു ചെത്തുകാരനല്ലേ. ഇത് എങ്ങട്ടപ്പോ? കടയിലേക്ക് സാധനങ്ങൾ എടുക്കണ്ടേ? 10 മണിക്കൂർ കോയമ്പത്തൂർ ഫാസ്റ്റ് ഉണ്ട്. അല്ല, അപ്പൊ ഇന്ന് കോയമ്പത്തൂർ? അതെ, അവിടുത്തെ പണി കഴിഞ്ഞ ബാങ്ക് എടുത്ത് കയറിക്കോളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2 ദിവസം വൈകാനൊന്നും നിൽക്കണ്ട. ബാക്കിയുള്ളവർക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല ഇവിടെ. പിന്നെ ഞാനെന്താ ചെറിയ കുട്ടിയല്ലേ? എന്നും നീ ചെറിയ കുട്ടിയല്ലേടാ. കയറിക്കോ, ഞാൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വിടാം. അല്ല മൂപ്പരെ, കോയമ്പത്തൂർന്ന് ഒരു ദിവസം വയ്യാലുണ്ട് ഇങ്ങനെ. അപ്പൊ പിന്നെ ഞാൻ ദുബായിക്ക് പോയാലോ? അതിപ്പോ പറഞ്ഞേക്കാണ്ട് വയ്യല്ലോ. ആണക്കവിടെ സുഖാന്ന് കേൾക്കുക, ഈ അവിടെ ഒരു വലിയ നിലയിലെത്തുക. അതൊക്കെ ഓർക്കുമ്പോ എല്ലാം അങ്ങോട്ട് സഹിക്കന്നെ. സഹിക്കോ? സഹിക്കണല്ലോ. 1974 രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഇന്ത്യ നടത്തിയ അണുസ്ഫോടനത്തിന്റെ രഹസ്യനാമം. 1974 രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഇന്ത്യ നടത്തിയ അണുസ്ഫോടനത്തിന്റെ ശബ്ദം കുറച്ച് വായിച്ചാലേ മാർക്ക് കുറയും മോളെ. നിനക്ക് എന്റെ അത്ര SSLC എഴുതി പരിചയമില്ലാത്തോണ്ടാ. കൊല്ലം കുറെ ആയി മോളെ ഇത് തുടങ്ങിയിട്ട്. നീ കൂടെ കേൾക്കാൻ വേണ്ടിയാ പറഞ്ഞത്. 1974 പൊഖ്രാനിൽ നടത്തിയ അണുസ്ഫോടനത്തിന്റെ രഹസ്യനാമം. നിങ്ങൾ എവിടെ പോയി കിടക്കുകയായിരുന്നു മനുഷ്യ? പഠിച്ച് പഠിച്ച് വിശന്ന് കുടൽ എരിഞ്ഞു ബാക്കിയുള്ളവർക്ക്. പഠിപ്പ് എല്ലാ ബസ് ജീവനക്കാർക്കുണ്ട്. ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ. ജോലി കഴിഞ്ഞ് തളർന്നു വരുന്ന ഭർത്താവിനെ ചിരിച്ച് സ്വീകരിച്ച് വല്ല കുഴമ്പോ തൈലൊക്കെ മേത്ത് തേച്ച് പിടിപ്പിച്ച് കുളിക്കാൻ വെള്ളമൊക്കെ ചൂടാക്കി തന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കി അത് വിളമ്പി തന്ന്. എവിടെ എന്റെ ലൈഫ് SSLC സുനാമി കലങ്ങി പോയില്ലേ മോളെ. രേഷ്മ SSLC ഇങ്ങോട്ട് വാ. ഇതാ നിന്റെ ഫുഡ്. പുട്ടും ചിക്കൻ കറി. നന്നായിട്ട് പഠിക്കണം കേട്ടോ. മോനെ വിജിത്ത് +2. ഇതാ പൊറോട്ടയും മട്ടൻ കുറുമേ. കുണ്ടൻ പോണുങ്ങ്. തൃപ്തി ആയില്ലെന്ന് തോന്നുന്നു. മോളെ കമ്പിളി അമ്പിളി SSLC ദേ നിന്റെ ദോശയും പോത്തോ അലത്തിയതും. നിങ്ങൾ എന്താണ് വേൾഡ് മാപ്പിലേക്ക് നോക്കുന്ന പോലെ നോക്കുന്നത്? ഈ മാപ്പിൽ എന്റെ ഏതെന്തോട്ടം തിരയ ഞാൻ. എവിടെ എന്റെ കനി? പരീക്ഷ കഴിയുന്നവരെ ഞാൻ നിങ്ങൾക്ക് വിലക്കപ്പെട്ട കനിയാണ്. എന്റെ ഭാവി കളയരുത്. എന്റെ ഭാവിക്ക് ഡബിൾ ബെല്ല് കൊടുത്ത് വിട്ടിട്ട് കൊല്ലം കുറയായി. നീ മുടിഞ്ഞ 10ാം ക്ലാസ് എഴുതാൻ തുടങ്ങി അന്ന് മുതൽ തുണ ഇല്ലാത്തൊരു വേഴാമ്പലാണ് ഞാൻ. എന്റെ ദാഹം നീ അറിയുന്നില്ല. പിന്നെ മൂക്കറ്റം വലിച്ചു കയറ്റിയിട്ട് സമയവും സന്ദർഭവും നോക്കാതെ ഏതെന്തോട്ടത്തിൽ കനി തിന്നാൻ വന്നാലുണ്ടല്ലോ, ഇതുകൊണ്ട് വേഴാമ്പന്റെ കണ്ണിയാൻ കുത്തിപ്പൊട്ടിക്കും. ഇതിലും ഭേദം അതാടി. ഒരു കണ്ണുപൊട്ടനായിട്ട് ജീവിക്കാലോ. കുത്തടി പൊട്ടിക്ക് കുത്തി കുത്തി പൊട്ടി. എന്തൊരു ബോറാണ് ഫുഡിന്റെ റെപ്യൂട്ടേഷൻ. ഡെയിലി പൊറോട്ടയും ബീഫ് വരത്തിയതും വല്ല തന്തൂരിയോ റോസ്റ്റ് ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്തൂടെ? എല്ലാ സ്റ്റുഡൻസിനും ഒരു ദിവസം ഞാൻ തന്തൂരി കളിക്ക് തരുന്നുണ്ട്. ഇങ്ങൊന്നേ, ഞാൻ നിന്റെ ആരാന്നറിയോ? അത് മറക്കരുത്. ചാവിട്ടി കൂട്ടി ഞാൻ പഠിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത ഈ നാട്ടില് ഇങ്ങനെയുണ്ട് ഒരു പഠിത്തം. ഈ കൊല്ലെങ്കിലും അവൾ എങ്ങനെയെങ്കിലും ഒന്ന് 10 തികഞ്ഞ് കണ്ടാ മതിയായിരുന്നു. ഈശ്വരാ, എന്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണേ. കേക്കണ